ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ പൊറാട്ട ഉണ്ടാക്കി കാണിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊറാട്ടയുടെ റെസിപ്പിയാണ്. ഒരു ഗ്രീൻ പീസ് കൊണ്ടുള്ള ഒരു പൊറാട്ടയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആട്ട കുഴച്ചെടുക്കണം. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മെഷറിംഗ് കപ്പിൽ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണ് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ എല്ലായ്പ്പോഴും ചേർക്കാറില്ല. ഇതിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കാം. ഞാൻ സ്റ്റഫിങ്ങിൽ എന്തായാലും ഉപ്പ് ചേർക്കുന്ന കാരണം ഞാൻ സാധാരണ മാവിൽ ഉപ്പ് ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ചേർത്തോളൂ. അപ്പോൾ 2 സ്പൂണ് എണ്ണ ഒഴിച്ചു. എണ്ണയും ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കുകയാണ്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഞാൻ മെഷറിംഗ് കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാവ് നമുക്ക് സോഫ്റ്റായി കിട്ടാൻ. ഇതിപ്പോൾ ഞാൻ ഒരേ റെസിപ്പി ഇതിൽ തന്നെ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക, അതേപോലെ തന്നെ ഈ പൊറാട്ടയുടെ റെസിപ്പിയും. അപ്പോൾ സോഫ്റ്റ് ചപ്പാത്തിക്കും ഈ മാവെണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയമാണ്. നല്ല തണുപ്പുള്ള സമയമാവുക കാരണം ഞാൻ ചൂടുള്ള വെള്ളമാണ് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. സാധാരണ നല്ല ചൂട് കാലങ്ങളിൽ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യാറ്. തണുപ്പ് കാലങ്ങളിൽ ഞാൻ ചൂടുള്ള വെള്ളം യൂസ് ചെയ്യുക. കാരണം ഗോതമ്പ് മാവ് തണുത്ത വെള്ളം കൊണ്ട് നമുക്ക് കുഴച്ച് കഴിഞ്ഞാൽ, തണുപ്പ് കാലങ്ങളിൽ തണുത്ത വെള്ളം കൊണ്ട് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ചൂടുള്ള വെള്ളം കൊണ്ട് കുഴച്ച് കഴിഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ കുറേ നേരം വെച്ചിട്ട് ഇങ്ങനെ കുഴയ്ക്കൊന്നും വേണ്ട. മറ്റൊന്ന് നമ്മൾ കുറേ നേരം ഇങ്ങനെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുകയൊക്കെ വേണ്ടേ. ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചിട്ട് മൂടി വെച്ചാൽ മതി. മാവ് തന്നെ ഇരുന്ന് സോഫ്റ്റ് ആയിക്കോളും. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ നേരമായിട്ട് ഇങ്ങനെ കുഴയ്ക്കൊന്നും വേണ്ട. നിങ്ങൾ പല ഇതിലും കണ്ടിട്ടുണ്ടാവും, പിന്നെ വെള്ളം ഒഴിച്ചിട്ട്, സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കുറേ നേരം ഇങ്ങനെ ഇടിക്കാനും കുഴയ്ക്കാനൊക്കെ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ചൂടുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചാൽ മതി. പിന്നെ ചൂടുള്ള വെള്ളം ഉപയോഗിച്ചാൽ ചിലപ്പോൾ മാവ് മീതെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നനഞ്ഞ തുണി ഇട്ടാൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പം ഞാനിതിൽ 1 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഇതിന് ഒഴിച്ചു കൊടുത്തത്. 2 കപ്പ് മാവിന് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കറക്റ്റായിട്ട് ഇതിന് നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സോഫ്റ്റായിട്ടുള്ള പൊറാട്ട ഉണ്ടാക്കാൻ പറ്റും, സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ മീതെ കുറച്ചൊന്ന് എണ്ണ പുരട്ടാം, ഇത് ഡ്രൈ ആവാതിരിക്കാൻ. എന്നിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഓയിലൊന്ന് പുരട്ടിയിട്ട്, അതെന്താ വെച്ചാൽ ചൂടുള്ള വെള്ളം ഉപയോഗിച്ച കാരണം മീതെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ചാലും മതി, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഇത് അടച്ചു വയ്ക്കണം. അപ്പോഴേക്കും നമുക്കിതിൻ്റെ സ്റ്റഫിങ്ങൊക്കെ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഫ്രോസൺ ഗ്രീൻ പീസാണത്. അപ്പം നിങ്ങൾ ഫ്രോസൺ അല്ല, പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് അത് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതുപോലെ ആക്കി വെച്ചാൽ മതി. ഇനി ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ, സ്റ്റഫിങ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വഴിയത് എല്ലാം കാണിക്കാം. അപ്പം ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് എണ്ണ ഒഴിക്കാം.
അധികം എണ്ണ ഒഴിക്കരുത്, കാരണം സ്റ്റഫിങ് എല്ലാം പുറത്ത് പോവും എണ്ണ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ്, ഈ ഒരു സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂണിനേക്കാൾ കുറച്ച് വലുപ്പം കൂടും. ഈ ഒരു വലുപ്പത്തിലുള്ള സ്പൂണിന് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഉണക്കമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 15 അല്ലി വെളുത്തുള്ളി, 1-2 പച്ചമുളക്. ഉണക്കമുളക് ഇട്ട കാരണം ആ ഒരു ഇത് നോക്കിയിട്ട് വേണം പച്ചമുളക് ഇടാൻ. 1-2 ചേർത്താൽ മതി. എരിവ് കൂടണ്ട, എരിവിനനുസരിച്ച് ചേർക്കാം. ഉണക്കമുളക് ചേർത്തിട്ട് ബാക്കി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി. ഇനി പച്ചമുളക് വേണ്ടെങ്കിൽ മുഴുവൻ ഉണക്കമുളകും ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറണം. ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിനൊക്കെ കുറച്ചാലും കുഴപ്പമില്ല, കൂടി പോകരുത്, മഞ്ഞൾപ്പൊടി ചേർക്കാം. ഗ്രീൻ പീസിൻ്റെ കൂടെ ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കളറും കൂടി ചേരുമ്പോൾ ഒരു നല്ലൊരു കളറ് കിട്ടും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇതിൽ സവാള കുറേ നേരം ഇട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ബ്രൗൺ നിറമൊന്നും ആവണ്ട. സവാള ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. നമുക്ക് കുറച്ച് ഒരു കറിവേപ്പില ചേർക്കാം. ഒരു 8-10 കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഒന്ന് ആ പച്ച റോ ടേസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു ഗ്യാസ്. നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. പേസ്റ്റ് ആവാൻ പാടില്ല, തരിതരിപ്പായിട്ട് തന്നെ അരയ്ക്കണം. അതൊന്ന് തണുക്കട്ടെ. ഞാനിതിൽ ഒരു 15-16 അല്ലി വെളുത്തുള്ളി നമുക്കിതിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ തരിതരിപ്പായിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തരിതരിപ്പായിട്ടാണ്. ഒട്ടും ഇത് കൂടുതൽ അരഞ്ഞിട്ടില്ല. കൂടുതൽ അരയരുത്, നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റും ഉണ്ടാവില്ല, പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അത്ര നന്നാവില്ല. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കാൻ പാടുള്ളൂ. പിന്നെ അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, പിന്നെ നമുക്ക് പൊറോട്ടയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. ഇത് കുറച്ച് മല്ലിയില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിയില ഓപ്ഷനിലാണ്, ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. നമ്മുടെ മാവ് നമുക്ക് ഒന്നും കൂടി കുഴച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു. നമ്മൾ അധികമൊന്നും കഷ്ടപ്പെടാതെ തന്നെ മാവ് നല്ല സോഫ്റ്റായി. അപ്പോൾ കുറേ ഇങ്ങനെ കുഴച്ച് കഷ്ടപ്പെടുന്നു വേണ്ട, നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കുഴച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് ഓരോ ഉരുള എടുത്തിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഇതന്നെ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഈ മാവ് തന്നെ യൂസ് ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ, അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് സാധാരണ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുക്കണം. എപ്പോഴും പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് കനം കുറച്ചിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയാലാണ് നമുക്ക് എപ്പോഴും ടേസ്റ്റ് കിട്ടുള്ളൂ. ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്ന് 2 സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഇത് ഈ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ ഒന്നത് ഇതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ പരത്തിയിട്ട് നമുക്കിത് ഡസ്റ്റ് ചെയ്തിട്ട് പൊറോട്ട പരത്തിയെടുക്കാം. പൊറോട്ടയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒട്ടും ഫില്ലിങ്ങൊന്നും പുറത്തേക്കൊന്നും പോയിട്ടില്ല. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ദോശക്കല്ലുമ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ മീതെ സൗകര്യച്ച് ഉണ്ടാക്കാം. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കുറച്ച് എണ്ണ ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ എന്താച്ചാൽ ഒഴിച്ചു കൊടുക്കാം. പൊറോട്ട എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചാലാണ് അതിൻ്റെ ആ സ്വാദ്. ഇതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൊറോട്ടയൊക്കെ റെഡിയായി. അപ്പോൾ പൊറോട്ട റെഡിയായി. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പൊറോട്ടയാണത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഞാൻ പൊറോട്ട റെഡിയായി. അപ്പോൾ ഇതുപോലെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട്, പിക്കിളുണ്ട്, പിന്നെ പൊറോട്ടയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഫുഡ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം.